ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമുക്ക് ഒരു ക്രീമി ആയിട്ടുള്ള മാക്രോണി നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പൊ നമ്മുടെ ക്രീമി വൈറ്റ് സോസ് മാക്രോണി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ മാക്രോണി നമുക്ക് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെട്ടിത്തിളക്കുന്ന വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം കേട്ടോ. കോക്കനട്ട് ഓയിലോ ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ചേർത്ത് നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് മാക്രോണീസ് അതിലേക്ക് ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഈ തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഓയിൽ ചേർക്കുന്നത് നമ്മുടെ മാക്രോണീസുകളൊന്നും സ്റ്റിക്കി ആകാതിരിക്കാനാണ്. ഇനി നമുക്ക് ഈ മാക്രോണീസ് ഏകദേശം ഒരു 80% നമുക്ക് വേവിച്ചെടുത്താൽ മതി. കാര്യം ഇനി നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് വെന്ത് കിട്ടുന്നതാണ്, ഇല്ലെങ്കിൽ ഓവർ കുക്കായി പോകും കേട്ടോ. ഇനി നമുക്ക് ബട്ടറിലിട്ട് കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ സോട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു തവ എടുത്ത് അതിലേക്ക് ബട്ടർ ആഡ് ചെയ്യണം. ഈ സമയത്ത് നമ്മുടെ തീ, അതായത് ഫ്ലെയിം വളരെ ലോ ആയിരിക്കണം, ഇല്ലെങ്കിൽ ബട്ടർ കരിഞ്ഞു പോകുക. ഈ ബട്ടർ നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഫസ്റ്റ് ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ. ഫൈൻ ചോപ്ഡ് ആയിരിക്കണേ. ഏകദേശം ഒരു 5-6 വെളുത്തുള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ ബട്ടറിലിട്ട് സോട്ട് ചെയ്തെടുക്കാവേ. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത സവാള ഒരു 1/4 കപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാവേ. ഈ വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന വെജിറ്റബിൾസും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവേ. ഇനി ഇതിലേക്ക് 2 കപ്പ് ക്യാപ്സിക്കം ആണ് കേട്ടോ ചേർക്കുന്നത്. യെല്ലോയോ ഗ്രീനോ റെഡോ, ഇല്ലെങ്കിൽ ഇത് മൂന്നും കൂടെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ചേർത്ത് കൊടുക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇല്ലേ, ഈ ബട്ടറിൽ കിടന്ന് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒത്തിരി വെന്ത് പോകേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാവേ. പിന്നെ എരിവൊക്കെ നമ്മുടെ മക്കളുടെയും ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആൾക്കാരുടെയും ആവശ്യാനുസരണം വേണം കേട്ടോ ഇടാൻ. അടുത്തത് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സ് ചേർക്കാം. അത് നമ്മുടെ ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ. 1 തന്നെ വേണമെന്നില്ല, പകുതിയാക്കാം ഇല്ലെങ്കിൽ 2 ആക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഈ ടൈമിൽ നമ്മുടെ വെജിറ്റബിൾസിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് കുറച്ചുകൂടി ഉപ്പൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവേ. നമ്മൾ അമ്മമാരെ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് എരിവ് കുറഞ്ഞിരിക്കുന്നതാണ് നല്ലതേ. ഇവിടെ ഹരിക്കുട്ടിന് കൊടുക്കേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് കുറവ് എരിവാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഒരു പാത്രം എടുത്ത് അതിലേക്ക് ബട്ടർ ഇട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണേ. ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു വലിയൊരു സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കണം. മൈദ ചേർത്ത് കൊടുക്കുമ്പോൾ കൈ വിടാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണേ. മൈദയും ബട്ടർ നന്നായിട്ട് മിക്സ് ആകുന്ന രീതിയിൽ ഇളക്കി ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സോസിന്റെ ബേസ് കിട്ടി. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം കൈവിടാതെ തന്നെ നമ്മുടെ സോസ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മൈദയെല്ലാം കട്ടിയായി പോകും കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പാലും ബട്ടറും മൈദയും എല്ലാം കൂടെ ചേർന്ന് ഒരു ക്രീമി ടെക്സ്ചർ പോലെ ആകും കേട്ടോ. ഇതാണ് നമ്മുടെ സോസ്. ഈ ടൈമിൽ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്യാവേ. ഇതാണ് നമ്മുടെ മാക്രോണീസിൽ ആഡ് ചെയ്യാൻ പോകുന്ന വൈറ്റ് സോസ്. ഇനി ഈ സോസിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മാക്രോണീസ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ എടുത്ത പാത്രം ചെറുതായിപ്പോയി. അപ്പൊ നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ കുക്ക് ചെയ്യണം. ഞാൻ ഇവിടെ പാത്രം മാറിയിട്ടുണ്ട്. ഇനി മാക്രോണിയും സോസും എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. ശേഷം വൈറ്റ് സോസും മാക്രോണീസും നമ്മുടെ വെജിറ്റബിൾസും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ വൈറ്റ് സോസ് ക്രീമി മാക്രോണിയുടെ ടെക്സ്ചർ നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ. സംഭവം കളറായില്ലേ, സൂപ്പർ ആയില്ലേ, എളുപ്പമല്ലേ? അപ്പൊ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു വീഡിയോയില് ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്.